as sir mentioned, I represent Open Financial Technology. So we are a SME-focused neobanking platform. So let me just share our short presentation with you as well. Can you all see the presentation? Yes, we can. Great. Okay. So we are a neobanking platform for SMEs. So now let me explain to you what is a neobanking platform. So today, if you see the banking side of it for an MSME, നമ്മളിപ്പോൾ ഒരു ബാങ്കിന്റെ കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ള ഒരു പ്രൊസീജിയറിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബാങ്കിങ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ആസ്പെക്ട് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആണ്. നമുക്ക് പേ ഔട്ട് ഉണ്ടാവണം, പേ ഇൻ നടത്താൻ പറ്റണം. അതുപോലെ തന്നെ ബാക്കി എല്ലാവിധമായ ആസ്പെക്ട്സ് എൻഡ് ഓഫ് ദി ഡേ ഒരു കമ്പനിയുടെ either we will end up with having a surplus cash or we will have deficit, right? When we have deficit is where the funding is required, and when we have surplus is where a wealth management is required. പക്ഷെ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് അതിനു മുമ്പേ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിനകത്ത്. ഇപ്പം ബാങ്കിങ്ങിന്റെ കേസ് നോക്കിയാൽ തന്നെ നമ്മുടെ ക്യാഷിന്റെ എല്ലാ ട്രാൻസാക്ഷൻസും കറണ്ട് അക്കൗണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അതേസമയം ഇതേ സിസ്റ്റംസ് എടുത്തിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ സിസ്റ്റത്തിലോട്ട് ഇടണം. നമ്മുടെ ബിസിനസ് സിസ്റ്റം സെപ്പറേറ്റ് ആയിരിക്കാം. ഇതൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. So the reconciliation part of it or the collection in terms of be it from a bank transactions ആവാം, അല്ലെങ്കിൽ PG വഴി ഒരു പേയ്മെന്റ് ഗേറ്റ് വേ വഴി നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് കളക്ട് ചെയ്യുന്നതാവാം, ഇതെല്ലാം പല പല സിസ്റ്റത്തിലാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സോ ദിസ് ഇസ് ജസ്റ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് ഓൾ ആർ ദ ലൂപ്സ് ഈച്ച് ഓഫ് ദി ബിസിനസ്സസ് ഗോ ത്രൂ, റൈറ്റ്? റിക്കൺസിലിയേഷന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, റെഗുലേഷൻ, കംപ്ലയൻസ്, GST, ഇതെല്ലാം ഒരുപാട് ഓവർവെൽമിംഗ് ആണ് ബിസിനസ്സസിന്. നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ നട്ട്ഷെൽ വാട്ട് ഓപ്പൺ ഡസ് ഇസ് സ്റ്റാർട്ട് വിത്ത് എ ബിസിനസ് കറന്റ് അക്കൗണ്ട്, and then we have things like expense management, business accounting, payment gateway. When I talk about it, all your transactions, inflow and outflow. നമ്മുടെ ബാങ്കും പേയ്മെന്റ് ഗേറ്റ് വേ ഉണ്ടെങ്കിൽ നമ്മുടെ UPI, NEFT, RTGS, IMPS ഏത് രീതിയിലും നമുക്ക് ക്യാഷ് നമ്മുടെ വെൻഡേഴ്സിന് കൊടുക്കാനും അതുപോലെ കസ്റ്റമേഴ്സിനെ കളക്ട് ചെയ്യാനും പറ്റും. ജസ്റ്റ് ഇമാജിൻ ഒരു സിംഗിൾ ലിങ്ക് ഇട്ട് കൊടുത്താൽ അവർക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ മോഡിൽ കൂടെയും പേയ്മെന്റ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബൾക്ക് ആയിട്ടും സിംഗിൾ ആയിട്ടും ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് സംതിങ് ടു ബി എനേബിൾ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ. ബിസിനസ് കറന്റ് അക്കൗണ്ട് നമ്മളിപ്പോ ചെയ്യുന്നത് മിക്ക ബാങ്ക്സുമായിട്ട് 18 ബാങ്ക്സുമായിട്ട് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. പ്രമുഖ എല്ലാവിധമായ ബാങ്ക്സും നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അതിനകത്തൂടെ നമ്മൾ ഒരു ബിസിനസ് കറന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഇതിനകത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് സൈൻ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട്ണർ ബാങ്ക്സിൽ കറന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ കംപ്ലീറ്റ്ലി ഡിജിറ്റലി ഒരു കറന്റ് അക്കൗണ്ട് പാർട്ട്ണർ ബാങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന വാല്യൂ ആഡഡ് സർവീസസ് ആണ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ് തൊട്ട് ഡെബിറ്റ് കാർഡ് തൊട്ട് പ്രീപെയ്ഡ് എല്ലാവിധമായ കാർഡ്സും ഇതിനകത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യും. ഈ കാർഡിന്റെ തന്നെ എക്സ്പെൻസ് മാനേജ്മെന്റ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്വൈപ്പ് ചെയ്യുമ്പോൾ അതൊരു പെട്രോൾ പമ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കാറ്റഗറൈസ്ഡ് ആസ് സംതിങ് ലൈക്ക് ട്രാവൽ റിലേറ്റഡ് എക്സ്പെൻസ് ഫോർ ദാറ്റ് മാറ്റർ. അല്ലെ മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ അതനുസരിച്ച്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ സ്വൈപ്പിംഗ് ഇറ്റ് ഇൻ എ ഹോട്ടൽ, സോ ഇറ്റ് വിൽ ബി റെക്കഗ്നൈസ്ഡ് ആസ് ഇറ്റ്സ് എ ബിസിനസ് എക്സ്പെൻസ് ഇൻ ടേംസ് ഓഫ് സ്റ്റേ ഫോർ എക്സാമ്പിൾ. അതുപോലെ തന്നെ വെർച്വൽ കാർഡ്സ് നിങ്ങളുടെ ടീമിൽ ആർക്കെങ്കിലും മാർക്കറ്റിംഗിന് യൂസ് ചെയ്യണം. So you can put a limit to it and give a virtual card which can work only for that particular aspect, right? I know it's business lending. So this is where, completely related to the topic. So when I talk about where I started with this, or rather, I'll come to that later because it is related to the topic. Let me just cover what is in store for everything else. So payroll management under Open Circle and പറയുന്ന reward program ആണ്. നമുക്ക് QR ഉണ്ട്. ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ഇൻഷുറൻസ്, ടാലി പ്ലഗിൻസ്, അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് നടത്താനുള്ള കംപ്ലയൻസ്, അക്കൗണ്ടിങ്, റെക്കോർഡിംഗ്, റിപ്പോർട്ടിംഗ്, അതുപോലെ എൻഡ് ടു എൻഡ് ബാങ്കിങ് സർവീസസ്, വെൽത്ത് മാനേജ്മെന്റ് തൊട്ട് ബിസിനസ് ലെൻഡിങ് തൊട്ട് കറണ്ട് അക്കൗണ്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ APIs എന്ന് പറയുന്നത് ഇത് ഒന്ന് നമ്മൾ ഓപ്പൺ ഡോട്ട് മണി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ വന്ന് സൈൻ അപ്പ് ചെയ്ത SMEസിനെ ഈ എല്ലാവിധമായ യൂസർ എക്സ്പീരിയൻസ് വെച്ചും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് എ കൈൻഡ് ഓഫ് ബാക്ക് ആൻഡ് ബാങ്കിലെ ഈസി ആയിട്ട് ബാക്കിയെല്ലാ ബാക്ക് ആൻഡ് അക്കൗണ്ടിങ് എല്ലാം തന്നെ ഇതിനകത്ത് ചെയ്യുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. Else you can also, when you talk about API, it is something like an interface, a banking interface നിങ്ങളുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാറ്റിക് സാധനം. നമ്മൾ ഇതേ സാധനങ്ങൾ നമ്മൾ മുമ്പേ കണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ പ്രോഗ്രാമാറ്റിക് ആയിട്ട് അവൈലബിൾ ആണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഇവോൾവ് ബിസിനസ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക്
ബാങ്കിങ്ങിന്റെ എല്ലാവിധ സാധനങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ഈ APIs എടുത്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലവിധമായ സാധനങ്ങൾ പേ ഔട്ടിനുള്ളത് നിങ്ങളുടെ ബിസിനസ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാം, ബൾക്ക് പേ ഔട്ട്സ് നടത്താൻ പറ്റും. ഈ പേ ഔട്ട് പേ ഇന്നിനുള്ള കളക്ഷൻസിനുള്ളത് നിങ്ങളുടെ ബിസിനസ് സിസ്റ്റത്തിലോട്ട് ഇട്ടിട്ട് ഇൻവോയ്സിങ് അതിനകത്തൊന്ന് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മണി ഇതിനകത്തോട്ട് വരുമ്പോൾ തന്നെ റിക്കൺസൈൽ ആണ്. നിങ്ങളുടെ ബിസിനസ്സിലും മിക്കവാറും സമയങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ എവിടെ നിന്നാണ് പൈസ വന്നത്. ഒരേ കറണ്ട് അക്കൗണ്ടിലോട്ട് പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഒരു ബൾക്ക് സെറ്റിൽമെന്റ് വരും, ഒരു 10 ഇൻവോയ്സ് റേസ് ചെയ്ത 5 എണ്ണത്തിന്റെ പാർട്ട് പേയ്മെന്റ് വരും. സോ വി ഹാവ് നോ ഐഡിയ അൺലെസ് വി ഡു എ മാനുവൽ റിക്കൺസിലിയേഷൻ. സോ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം വെർച്വൽ ടെക്നോളജി വഴി ആര് എപ്പോ പേ ചെയ്തു എന്നുള്ളത് ബാങ്കിൽ കൂടെ ആയാലും ഏത് മോഡായാലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. So this is on the API part of it. And now coming to, we stand for making this entire platform as a entrepreneur-friendly platform, which is where we understand enhancing your business is another key important factor you have, right? So we work with around 5 lakh SMEs all across India, and we get almost 12,000 pin codes. അപ്പൊ ഇതിനകത്ത് നമ്മളെ ഹബ് എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഇടത്തില് ഈ പ്ലാറ്റ്ഫോമിലുള്ളവർക്കെല്ലാം നിങ്ങളുടെ സർവീസസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം ആൾക്കാരും കാണുന്നുണ്ട് എന്ത് ടൈപ്പ് ഓഫ് സർവീസസ് ആണ്. അവർക്കിപ്പം ഇതൊരു സെർച്ച് ഫംഗ്ഷൻ പോലെ ആകും. ലൈക്ക് ഇഫ് ഐ വാണ്ട് ടു take a thing like a printing services, they will come and search for printing services available or not. So you can see the kind of categorization. I just gave you an example, but you can imagine the variety of companies that will be there on the platform and how this will be beneficial. So now coming to the hub, just a second, it's not, yeah. So now coming to the reward program. So there are best in class reward programs as a part of the platform that we provide. നമ്മൾ strategically centrally കുറെ partnerships കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സർവീസസ് എടുത്തു കഴിഞ്ഞാൽ you will get a much discounted rates. At the same time, some of them could not be accessible for you otherwise as a SME directly approaching. അവിടെയാണ് നമ്മുടെ സെൻട്രൽ ഒരു അംബ്രല്ല പാർട്ണർഷിപ്പ് കട്ട് ചെയ്തിട്ട് the presentation is not visible. Oh, sorry. Just a second, let me understand. So anyway, we are almost at the fag end of the presentation. Only one more thing. Is it visible now? Visible now? Yes. Great. So just one more thing I wanted to cover, and then I will, wrap up with what we do on the lending side as well. So this Open Result program is something which I wanted to highlight because, this is again, powering entrepreneurship is a very integral part of what we do. So there we have, one is on the SME part of it who come on a platform and use our network, whether it is through APIs or through directly on the Open.money platform. And the other is franchisees who are in the regional spaces who help us, with the coordination of these SMEs being on the platform. And for example, we have something called Salt, which is again a retail storefront based. I mean, we spoke about enhancing your demand, right? So അതിനകത്ത് തന്നെ നമ്മൾ റീറ്റെയിലേഴ്സിന് സ്റ്റോർ ഫ്രണ്ട് ഈസിലി ഉണ്ടാക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സോൾട്ട്. അപ്പൊ അതിനകത്തൂടെ തന്നെ ഫ്രാഞ്ചൈസീസിന് ഏരിയയിലുള്ള കടകളെ എല്ലാം അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ എല്ലാം കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും ഡെലിവറി ഇതെല്ലാം നോക്കാനും പറ്റുന്നുണ്ട്. സോ the best part of this franchisee partnership is also that we are spawning entrepreneurship everywhere, powering micro entrepreneurship. അവർക്കൊരു up to 2 lakhs അല്ലെങ്കിൽ ഓപ്പണിന്റെ കേസ് എടുത്താൽ even more than that. So we work on a rev share on the subscription platform. അതും ചെയ്യാൻ പറ്റും in the sense regional level ഇത് ചെയ്യുമ്പോഴത്തേക്കും. So while coming to the business lending and the funding part of it. So initially when Prakash sir mentioned about the challenges for the SMEs and the gap, it's a huge gap, right? Almost a 14.5 trillion is not a joke, right? It's a huge gap in the credit gap that we have in MSMEs. So one of the key issues also is that data asymmetry, right? പല സ്ഥലങ്ങളിലാണ് നമ്മുടെ ഡേറ്റ കിടക്കുന്നത്. നമുക്ക് തന്നെ ഇപ്പൊ ബാങ്ക് ചോദിക്കുന്ന സമയത്ത് ഇത് സ്ട്രക്ചർ ആയിട്ട് കൊടുക്കുന്നില്ല, ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാൻ പറ്റുന്നില്ല. സോ ദീസ് ആർ സം ഓഫ് ദി സ്മോൾ ഇഷ്യൂസ് ദാറ്റ് വി ഫേസ് ഓർ അതർ ബിഗ് ഇഷ്യൂസ് ദാറ്റ് വി ഫേസ്, റൈറ്റ്? ഒരു ചെറിയ കട നടത്തുന്ന സമയത്ത് നമുക്ക് വരുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ഇത് വരുന്നില്ല. അതുപോലെ തന്നെ എങ്ങനെ എവിടൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ആരാണ് ഫണ്ട് ചെയ്യാൻ. ഇപ്പൊ ഇത്രയും ഉള്ളത് നമ്മൾ കേട്ട ഫണ്ടിങ്ങിന്റെ സ്കീംസ് കേട്ടതിൽ തന്നെ ഓരോരുത്തർക്കും ഫോക്കസ് ഏരിയ സെപ്പറേറ്റ് ആണ്, സ്കീംസ് സെപ്പറേറ്റ് ആണ്. So this is where we come in, and even the cash flow lending for that matter, which is the biggest theme right now. Why we went to the cash flow lending is also mainly because of the structured way in which the traditional way, some of it we were not able to identify the right users for the lending, right?
സോ ഈ കേസിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടെടുത്തോളം എല്ലാവിധ ക്യാഷിന്റെ എല്ലാവിധ സംഭവങ്ങളും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ റെക്കോർഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഉണ്ടാകും. കാരണം ഓട്ടോമേറ്റഡ് ബുക്ക് കീപ്പിംഗ് എല്ലാം ഇനേബിൾഡ് ആണ്. അപ്പൊ ഇതിനകത്തൂടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് GST, ITR ഇതുമെല്ലാം ആയിട്ടുള്ള കണക്ട് നിങ്ങളുടെ പെർമിഷനിൽ എടുക്കാൻ പറ്റും. At the same time, when you do the KYC for the current account and all of this being completely digital, it becomes a seamless journey in terms of what we do is we also connect the right demand to the right lender. നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് എല്ലാ സ്പെക്ട്രം ഓഫ് ലെൻഡേഴ്സിനെയും ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. So in that sense, what happens is, one is while you are doing transaction on the platform, you are also able to create history, which otherwise might be a challenge. Second also is that when you apply for a loan through our kind of platform, we find the right kind of lender for you. So we work with banks, we work with financial institutions, NBFCs, P2P lenders, all of them, with that great cash flow lending kind of method as well. Because how we do that is we sit on the 360 degree along with your power data, based on which we'll be able to, with your consent only, obviously, we work within all the RBI regulation, RBI monitoring and consent mechanism, IT Act, everything is taken care because we have PCI DSS, we have ISO 27001 in terms of security, name it, and all the kind of things are taken care. And we are today, handle about 1 billion, 6,000 crore above deposits at any point, cumulative handling. So that's a kind of, thing we have built as an infrastructure and the benefit we are building for SMEs. Because if somebody has a requirement of a loan, they need to come, if they come to us, we have a rule engine and an infrastructure which identifies out of the partners we have who will be the best person to lend to. So this is where, again, it's not only the traditional way, but we also leverage the kind of cash flow lending. For example, depending on your invoice, depending on your GST, all of that, how we can leverage that and let the partners assess you. The credit assessment, which was the biggest issue that Pragya sir also pointed out in the beginning, right? Credit assessment, having new ways of assessing. So these are the things we bring onto the table for you. And I just wanted to also, show you a little bit on just. So in fact, a little bit on the feel of the product. So this is how it looks. So when you come and sign up, which is a under 5-minute process. You have a complete dashboard. You have a complete, current account and a card which you can give to. You can apply for your team members card, virtual cards that you can generate. And then you have, Finance Hub, which takes care of expenses, receivables, payables, while aging analysis, name it, and all of them, which generally is complicated, is an automated procedure for you. You don't have to do anything additionally. Receivables, payables, as I mentioned, all this kind of collection and sending, both bulk as well as single kind of. It's just a very simple interface, intuitive. International transactions also you'll be able to collect and pay. And the cash flow. So these are the reports that we generate for you. And this is where the lending, it's a very simple application process, just a couple of, sliders, because in the beginning when you do, a few of the details will come to us. Another highlight is Tally. Tally plugins, which are there in the App Store. So if you just connect, if you're using Tally already, assume you can take data from there, you can push in, or do all the banking transactions, and you can post back the entries also into Tally. And then, HR payroll management is there, insurance is there, and yeah, that's the feel of the product as well. So in the interest of time, let me pause here and would be very happy to connect with if any of you have any queries or questions, or would love to have each one of you entrepreneurs have a look at the platform as well and see how we can, and give us feedback also on how we can help you better.